ഹലോ കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം നമുക്കിന്ന് കുറച്ച് നല്ല കരിമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ കരിമീനൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. ഇന്ന് മാങ്ങയിട്ട് കരിമീൻ കറിയാണ് നമ്മളുടെ ഇന്നത്തെ റെസിപ്പി. അപ്പം നമ്മുടെ കരിമീനെല്ലാം നല്ലതുപോലെ കഴുകി കഷ്ണങ്ങളാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടുന്ന മാങ്ങയും കൂടി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ വലിയൊരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെ പുളിയുടെ അനുസരിച്ച് എടുക്കാം. അരമുറി തേങ്ങ തിരിങ്ങിയതും അത് നമുക്ക് അരയ്ക്കാനുള്ള ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 6-7 കൊച്ചുള്ളി, അതിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. നല്ല രീതിയിൽ അരച്ചെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് പാകം ചെയ്യാനുള്ള മൺചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയുണ്ടല്ലോ, ആ മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞിടാം. 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അത് 2ആയിട്ട് കീറിയിടുക. പിന്നെ എരി വേണ്ടുന്നവർക്ക് അതിനനുസരിച്ച് എടുക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, ആ അരപ്പ് ഈ മാങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കുക. അരപ്പ് കഴുകിയ വെള്ളവും അല്ലാതെ നമുക്ക് മീനിന് ആവശ്യമായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള വെള്ളത്തോടെ ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് കലക്കിയെടുക്കുക. അരപ്പ് നല്ലതുപോലെ കലക്കി എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് സ്റ്റൗ കത്തിച്ച് അടുപ്പിലേക്ക് വെക്കാം. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് നല്ലതുപോലെ ഇത് തിളപ്പിച്ചെടുക്കുക. കണ്ടില്ലേ, അരപ്പൊക്കെ നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞിരിക്കുകയാണ്. മാങ്ങയൊക്കെ വെന്ത്. അപ്പം നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മറക്കാതെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഡെയിലി ഓരോരോ റെസിപ്പികളും അല്ലാതെ ഫാമിലി എൻ്റർടൈൻമെൻറ്റും എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അരപ്പ് തിളച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കരിമീൻ കഷ്ണങ്ങൾ ഓരോന്ന് ഇതിലേക്ക് പറക്കിയിടുക. നമ്മുടെ കരിമീൻ കഷ്ണങ്ങളെല്ലാം അരപ്പിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി ചട്ടി എടുത്ത് ഒന്ന് കറക്കിയെടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കുക. നമ്മുടെ മാങ്ങയിട്ട കരിമീൻ കറി കിടന്ന് തിളയ്ക്കുകയാണ്. കരിമീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മീനാണ്. മീൻ കറിയിലേക്ക് കുറച്ച് കറിവേപ്പിലയോട് ഇട്ട് കൊടുക്കുക. ഇനി കരിമീൻ വാങ്ങുമ്പോൾ മാങ്ങയിട്ട കരിമീൻ കറി ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എല്ലാവരും ഇതിന്റെ അഭിപ്രായം കമന്റ് ചെയ്യണേ. നമ്മുടെ മാങ്ങയിട്ട കരിമീൻ കറി റെഡിയായിരിക്കുകയാണ്. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.